ഹായ് ഓൾ, നിങ്ങൾ എല്ലാവരും 10ാം ക്ലാസ് കഴിഞ്ഞ് ക്ലാസ്സിലൂടെ എത്തിയിരിക്കുകയാണ്. ക്ലാസ്സിലൂടെ എത്തി എല്ലാവരും സന്തോഷിച്ചിരിക്കുമായിരിക്കും അല്ലേ? അപ്പോൾ ക്ലാസ്സിലൂടെ എത്തുമ്പോൾ നിങ്ങൾ എല്ലാവരും CS ആണ് എടുത്തിരിക്കുന്നത്. CS വളരെ ഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ ഈ കൊല്ലം നിങ്ങൾക്ക് മുഴുവനായിട്ട് പഠിക്കാനുള്ള ടോപ്പിക് പൈത്തൺ തന്നെയാണ്. ആ പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എങ്ങനെ പഠിക്കണം, എവിടെ തുടങ്ങണം, എന്തൊക്കെ കാര്യങ്ങൾ അതിനകത്ത് ഉൾപ്പെടുത്തണം എന്നുള്ള കാര്യങ്ങൾ വളരെ കൺഫ്യൂഷൻ ആയിരിക്കും. അതിന് ഉത്തരമായിട്ടാണ് സൈലം വന്നിരിക്കുന്നത്. ക്ലാസ് 11 കമ്പ്യൂട്ടർ സയൻസിലെ വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിലാണ് പൈത്തൺ പ്രോഗ്രാമിങ്ങും നമ്പർ സിസ്റ്റം. അതിനകത്ത് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് റൈറ്റ് എ പൈത്തൺ കോഡ് ടു ഡിസ്പ്ലേ ഹലോ വേൾഡ്. എങ്ങനെയാണ് ഹലോ വേൾഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പ്രിന്റ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. വളരെ സിമ്പിൾ പ്രോഗ്രാം ആണ്. ഒരുപാട് ഹെഡർ ഫയൽസിലോ കാര്യങ്ങളോ ഇവിടെ ഇല്ല, ഈ ഒരു പ്രോഗ്രാമിൽ ഇല്ല. നമുക്ക് എങ്ങനെ നോക്കാം. ആദ്യമായിട്ട് എന്ത് ചെയ്യാം, പ്രിന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് പ്രിന്റ് ഫംഗ്ഷൻ. അപ്പോൾ പ്രിന്റ് ജസ്റ്റ് ഹലോ വേൾഡ് എന്ന് കൊടുത്തു, അത്രയേ ഉള്ളൂ പരിപാടി കേട്ടോ. അതായത് കൂടുതൽ ഹെഡർ ഫയൽസിലോ മറ്റ് പ്രോഗ്രാമിലും അങ്ങോട്ട് വലിയ ഹെഡർ ഫയൽസിലോ കാര്യങ്ങൾ ഇവിടെ ഇല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് റൈറ്റ് എ പൈത്തൺ കോഡ് ടു ഇൻപുട്ട് 2 numbers ആൻഡ് സം ഓഫ് 2 numbers. 2 numbers ഇൻപുട്ട് കൊടുക്കുക, അതിൻ്റെ സമ്മ് കാണുക. യൂസ് ഇറ്റ് നമ്മുടെ പൈത്തൺ പ്രോഗ്രാം ഉപയോഗിച്ചിട്ടോ. ഇവിടെ നോക്കാം. ഫസ്റ്റ് ഒരു വേരിയബിൾ കൊടുത്തു, ഇൻഡ് ഇൻപുട്ട് കൊടുത്തു. ദെൻ അടുത്തൊരു നമ്പർ കൊടുത്തു, ഇൻഡ് ഇൻപുട്ട്. ക്ലിയർ? ഓക്കെ. ദെൻ പിന്നെ അതിൻ്റെ സമ്മ് കാണാം. സമ്മിനാണ് ഇക്വേഷൻ എന്താണ്, സം ഇസ് ഈക്വൽ ടു a + b. ദെൻ ആ സമ്മിനെ പ്രിന്റ് ചെയ്യാം, പ്രിന്റ് സം. ഇത്രയേ ഉള്ള പ്രോഗ്രാം. ഒരു 4 ലൈൻ ആണെങ്കിൽ നമ്മുടെ പ്രോഗ്രാം തീർന്നു. അതുകൊണ്ടാണ് ഈ പൈത്തൺ വളരെ സിമ്പിൾ ആണെന്ന് പറയാൻ കാര്യം. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ ഡിഫോൾട്ട് റിട്ടേൺ ടൈപ്പ് ഓഫ് ഇൻപുട്ട് ഫംഗ്ഷൻ? നമ്മളിവിടെ ഇൻപുട്ട് ഫംഗ്ഷൻ യൂസ് ചെയ്തു. ഇൻപുട്ട് ഫംഗ്ഷൻ ആണെങ്കിൽ ചില ടൈമിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് കൺവേർട്ട് ചെയ്യും, ഇൻഡിലോട്ടോ ഫ്ലോട്ടിലോട്ട് കൺവേർട്ട് ചെയ്യും. പക്ഷേ നമ്മുടെ ആണെങ്കിൽ ഡിഫോൾട്ട് ആയിട്ടാണെങ്കിൽ ഇൻപുട്ട് ഫംഗ്ഷൻ റിട്ടേൺ ടൈപ്പ് എന്താണ്, സ്ട്രിംഗ് തന്നെയാണ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ദ ബേസ് ഓഫ് ഒക്ടൽ നമ്പർ സിസ്റ്റം. ഒക്ടലിന്റെ ബേസ് എത്രയാണ്? ഒക്ടലിന്റെ മെയിൻ ആയിട്ടുള്ള ഒക്ടൽ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 0 മുതൽ 7 വരെയാണ്. ബേസ് എത്രയാണ്? 8 ആയിരിക്കും. ക്ലിയർ? നെക്സ്റ്റ് അടുത്ത് നോക്കാം. റൈറ്റ് ദ ബൈനറി വാല്യൂ ഓഫ് ഹെക്സാഡെസിമൽ നമ്പർ ABCD. ABCD എന്ന് പറഞ്ഞ ഹെക്സാഡെസിമൽ നമ്പറിന്റെ ബൈനറി വാല്യൂ നമുക്ക് നോക്കാം. വളരെ സിമ്പിൾ ആണ്. ABCD നമുക്ക് ഏത് മെത്തേഡ് യൂസ് ചെയ്യാം? 8421 മെത്തേഡ് യൂസ് ചെയ്യാം. A ആകുമ്പോൾ 10 ആയിരിക്കും. അപ്പോൾ 1010 എന്നാണ് 1010 വരും. B ആകുമ്പോൾ എന്ത് വരും? 1011 വരും അല്ലേ? 1011 വരും. C ആണെങ്കിൽ 110 വരും എന്നാണ് 110 വരും. ഓക്കെ. നെക്സ്റ്റ് D ആണെങ്കിൽ 8 4 12, 12ഉം 1ഉം 13 13. അപ്പോൾ ഇതായിരിക്കും 1101 വരും. 8421 വ്യക്തമായിട്ട് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഇത് മാത്രമല്ല കൂടുതൽ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും അഗ്നി വെച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അവിടെ നമ്മൾ ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് വീഡിയോസ് ആയിട്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒരു ചാപ്റ്റർ അടിപൊളിയായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെ അഡ്മിഷൻ എടുക്കാത്തവർ എന്ത് ചെയ്യണം? ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് അഡ്മിഷൻ ഉറപ്പാക്കും.